ഇപ്പോൾ ഗേറ്റിനപ്പുറത്തേക്ക് പ്രവർത്തകരോട് വിശ്വാസികളോട് മാറി നിൽക്കാൻ ഈ പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. ബിഷപ്പ് ഹൗസിൽ പ്രാർത്ഥനാ പ്രതിഷേധം നടത്തി വിമത വൈദികരെ ബലം പ്രയോഗിച്ച് പുറത്താക്കാൻ പോലീസ് ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രതിഷേധിക്കുന്ന 21 വൈദികരിൽ 4 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. പ്രതിഷേധക്കാരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രതിഷേധിച്ച 21 വൈദികരിൽ 4 പേരെ സസ്പെൻഡ് ചെയ്തു. ഇവരടക്കം എല്ലാവരോടും പുറത്തു പോകാൻ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശിക്കുകയായിരുന്നു. ബസലിക്ക പള്ളിക്ക് മുൻപിലാണ് ഈ സംഘർഷമുണ്ടായത്. രാത്രി കിടന്നുറങ്ങുന്ന വൈദികരെ വലിച്ചിഴച്ചു കൊണ്ടുവന്നുവെന്നാണ് വൈദികരുടെ ആരോപണം. വൈദികരെ കുത്തി എഴുന്നേൽപ്പിച്ച് വസ്ത്രം മാറാൻ അനുവദിക്കാതെ കൊണ്ടുവന്നു. അങ്ങനെ വസ്ത്രം മാറാൻ ശ്രമിച്ചവരുടെ വീഡിയോ എടുത്തു എന്നൊക്കെയാണ് വൈദികരുടെ ആരോപണം. പ്രായമായ വൈദികർക്കടക്കം മർദ്ദനമേറ്റിട്ടുണ്ട്. ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് തല്ലിപ്പൊളിച്ചാണ് വൈദികരെ ഗേറ്റിന് സമീപത്ത് എത്തിച്ചതെന്ന വൈദികർ പോലീസിനെതിരെ ആരോപണം ഉയർത്തുകയാണ്. വലിയ ആരോപണമാണ്. എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നും വൈദികർ പറയുന്നു. സൈഫുനിസ, ഈ പ്രതിഷേധിക്കുന്ന വൈദികരുടെ പ്രതികരണം എടുക്കേണ്ടതുണ്ട്. ഗുരുതരമായ ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. കിടന്നുറങ്ങുന്ന സ്ഥലത്തു നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു, വേഷം മാറ്റാൻ അനുവദിക്കാതെ എന്നടക്കമുള്ള ആരോപണമാണ് ഉയരുന്നത്. വിഭാഗത്തിലെ വൈദികരായ 21 പേരാണ് കഴിഞ്ഞ 3 ദിവസമായി ബിഷപ്പ് ഹൗസിന്റെ മുൻപിൽ വെച്ച് സമരം നടത്തിക്കൊണ്ടിരുന്നത്. ബിഷപ്പ് ഹൗസിന്റെ മുൻപിൽ വെച്ച് സമരം നടത്തിയപ്പോൾ അപ്പോൾ തന്നെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഇത് സഭയുടെ ആസ്ഥാനത്ത് കടന്നു കയറി നടത്തുന്ന സമരമാണ്, അതുകൊണ്ട് വൈദികർ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് അംഗീകരിച്ചിരുന്നില്ല. പിന്നീടാണ് നിയമ നടപടിയുമായി ഈ ഔദ്യോഗിക വിഭാഗം മുന്നോട്ട് പോകുന്നത്. അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാവിലെ പോലീസ് എത്തി ഈ ബിഷപ്പ് ഹൗസിന് മുൻപിൽ സമരം ചെയ്യുകയായിരുന്ന വൈദികരെ ബലപ്രയോഗത്തിലൂടെ ഇവിടെ നിന്ന് നീക്കുകയും ചെയ്തത്. ഇതിൽ പോലീസ് പറയുന്ന ഭാഷ്യമെന്ന് പറയുന്നത് ഈ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ഒപ്പം തന്നെ അവിടെയുള്ള വൈദികരുടെ മുറി പുറത്തുനിന്ന് പൂട്ടുകയും താഴിട്ട് പൂട്ടുകയൊക്കെ ചെയ്യുന്ന നടപടിയിലേക്ക് സമരക്കാരായ വൈദികർ മാറിയതോടെയാണ് ബലം പ്രയോഗിച്ച് ഇവരെ ഈ ബിഷപ്പ് ഹൗസിന്റെ പ്രവർത്തനം സാധാരണഗതിയിലാക്കുവാനായാണ് ഇവരെ ഇവിടെ നിന്ന് മാറ്റിയത് എന്നാണ്. പക്ഷേ ഈ വൈദികർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ഈ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂരിയയിൽ നിന്ന് പുറത്താക്കിയവരെ തിരിച്ചെടുക്കണമെന്നും സസ്പെൻഡ് ചെയ്തവരെ തിരിച്ചെടുക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ട് നടന്ന സമരത്തിൽ നിന്ന് തങ്ങളെ പിന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന് നടപടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സമരം ചെയ്തിരിക്കുന്ന ബിഷപ്പ് ഹൗസിന് മുൻപിൽ തന്നെ സമരം ചെയ്യാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വൈദികർ ബസലിക്ക പള്ളിയുടെ മുൻപിൽ പ്രതിഷേധവുമായി തുടർന്നത്. അവരെ പിന്തുണച്ചുകൊണ്ടാണ് ഈ വിമത വിഭാഗത്തിലെ വിശ്വാസികളായ 100 കണക്കിന് ആളുകൾ ബസലിക്ക പള്ളിയുടെ സമീപത്തേക്ക് എത്തിയത്. ഇപ്പോൾ ബസലിക്ക പള്ളിയുടെ അടുത്തു നിന്ന് ഒരു മാർച്ചായാണ് ഇവർ ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്. ബിഷപ്പ് ഹൗസിനകത്തും പുറത്തും വലിയ പോലീസ് സന്നാഹമുണ്ടായിരുന്നു. രാവിലെ മുതൽ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടേക്കാണ് ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറാൻ ഈ വൈദികരും ഒപ്പം തന്നെ പ്രതിഷേധക്കാരും ശ്രമിച്ചത്. ഇതിപ്പോൾ പോലീസ് തടയുകയാണ് ചെയ്തത്. പോലീസ് ഇപ്പോൾ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രാർത്ഥനയുമായി പുറത്ത് റോഡ് ഉപരോധിച്ചുള്ള സമരത്തിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ ഈ മാർക്കറ്റ് റോഡിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും രാവിലെ മുതൽ നിലച്ചിരിക്കുകയാണ്. ഈ ഹൈക്കോടതിയുടെ പരിസരത്ത് നിന്ന് മാർക്കറ്റിലേക്ക് കയറുന്ന റോഡാണ് ഈ ബസലിക്ക പള്ളിയുടെയും ബിഷപ്പ് ഹൗസിലേക്ക് മുൻവശം എന്ന് പറയുന്നത്. ഈ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. പോലീസ് ഇവരിവിടെ നീക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പക്ഷേ ഒരു രീതിയിലും പോലീസുമായി ഒരു രീതിയിലുള്ള സമവായ ചർച്ചകൾക്കും അനുരഞ്ജന ചർച്ചകൾക്കും തയ്യാറല്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. കാരണം രാവിലെ കാനോനിക നിയമങ്ങളും സിവിൽ നിയമങ്ങളും ലംഘിച്ചാണ് സസ്പെൻഷൻ എന്നുള്ളതാണ് വിമത വിഭാഗം ആരോപിക്കുന്നത്. ഈ നടപടി പിൻവലിക്കും വരെ പ്രതിഷേധം തുടരും. ACPക്കെതിരെയാണ് മുദ്രാവാക്യം.
സെഫിനിസ, പ്രതിഷേധക്കാർ അവിടെ നിന്നും ഗേറ്റിൽ നിന്നും മാറുകയാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. സെഫിനിസ, പ്രതിഷേധക്കാരുടെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ എടുക്കാമെന്ന് തോന്നുന്നു. നമ്മൾ മുന്നേറുകയാണല്ലോ. പ്രശ്നം പരിഹരിക്കപ്പെടാതെ അവസാനിക്കുകയല്ലോ. പ്രശ്നം പരിഹരിക്കപ്പെടാൻ മെത്രാന്മാരും മനസ്സ് വെച്ചാൽ ജസ്റ്റ് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കട്ടെ. പക്ഷെ ആ അച്ഛന്മാര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ തിരിച്ച് ബിഷപ്സ് ഹൗസിൽ എത്തിക്കണം. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇത് വളരെ ക്ലിയറാണ്. ഞങ്ങളുടെ പൊസിഷൻ വളരെ ക്ലിയറാണ്. വേറെ ഒന്നും അതിൽ പറയാനില്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇഷ്യൂ ഇപ്പോൾ ഈ പോലീസിൻ്റെ നരനായിട്ടാണ്. പോലീസ് ചെയ്ത പരിപാടിയാണ് ഞങ്ങളുടെ പ്രധാന. ഇപ്പം ഞങ്ങളുടെ ഇഷ്യൂ കുർബാനയല്ല, അത് ഞങ്ങളുടെ ഇന്റേണൽ ഇഷ്യൂസാണ്. ഇതൊരു രാജ്യത്തിൻ്റെ പോലീസ് കാണിച്ച നിയമലംഘനത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. പോലീസ് നടപടിക്കെതിരെയാണ് പ്രതിഷേധം. രാവിലെ മുതൽ ഇവർ പറയുന്നതുമാണ് പോലീസ് നടപടിക്കെതിരെയാണ് തങ്ങൾ പ്രതിഷേധിക്കുന്നതാണ്. ഇന്ന് പുലർച്ചെ 5:15 ഉറങ്ങിക്കിടന്ന വൈദികരെ അവിടെ നിന്ന് ബലമായി ഈ സമര സ്ഥലത്ത് നിന്ന് പിടിച്ചു മാറ്റിയതിലുള്ള പ്രതിഷേധത്തോടെയാണ് വലിച്ചിഴച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. ACPക്കെതിരെയാണല്ലോ ഇപ്പോൾ മുദ്രാവാക്യം. ഈ രാവിലെ ഇവിടെ നിന്ന് നീക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം വന്നിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു പോലീസ് ഈ വൈദികരെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കയ്യിലും കാലിലും പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു കണ്ടത്. ആ വൈദികരുടെ കൈക്കും ഒപ്പം തന്നെ കാലിനും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് എത്തി വൈദ്യസഹായം നൽകിയ വൈദികർ ഇപ്പോഴും പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് കുത്തിയിരിപ്പ് സമരവുമായി ഇരിക്കുകയാണ്. അവർ അവിടെ നിന്ന് മാറില്ല എന്ന നിലപാടിലാണ്. കാരണം ബിഷപ്പ് ഹൗസിന് മുൻപിലായിരുന്നു സമരം ചെയ്തിരുന്നത്. അവിടെ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ചു നീക്കിയതാണ്. അതുകൊണ്ട് പോലീസ് ആ ഭാഗത്ത് ബിഷപ്പ് ഹൗസിലേക്ക് തിരിച്ചു കയറി സമരം ചെയ്യാൻ അനുവദിക്കാതെ ഇവിടെ നിന്ന് മാറില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ വൈദികർ 21 വൈദികർക്കും പിന്തുണയുമായാണ് ഈ വിമത വിഭാഗം വിശ്വാസികൾ ഇവിടെ ഉള്ളത്. അവരും പറയുന്നത് വൈദികരെ ബിഷപ്പ് ഹൗസിൽ കയറ്റാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല, കൂടുതൽ സമരമാർഗങ്ങൾ നോക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ വൈദികരും പ്രായമായ വൈദികർക്കടക്കം പരിക്കേറ്റിട്ടുണ്ടോ സെയ്ഫുന്നിസ? നൂറുകണക്കിന് പേരാണ് ഈ ഭാഗത്ത്. കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഒരു വൈദികന്റെ കൈക്കും ഒപ്പം തന്നെ മറ്റൊരു വൈദികന്റെ കാലിനും പരിക്കേറ്റിട്ടുണ്ട്. അത് പക്ഷേ പോലീസ് ബലം പ്രയോഗിച്ച് കയ്യിൽ പിടിച്ചു കൊണ്ടുപോയപ്പോൾ പറ്റിയ പരിക്കാണ്. പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്. പോലീസ് അതിൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. ഒരു വൈദികൻ നമുക്ക് നേരത്തെ ലോഹ ഊരി ഈ കയ്യിലുള്ള പരിക്കുകൾ കാണിക്കുന്നതും ദൃശ്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഈ വൈദികരെല്ലാം തന്നെ പള്ളിക്ക് അകത്ത്, പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് തുടരുകയാണ്. അവർക്ക് പിന്തുണയുമായാണ് ഇത്രയധികം വിശ്വാസികൾ ഇപ്പോൾ പള്ളിയുടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ ബസലിക്ക പള്ളിയിൽ കുർബാനത്തർക്കം ഉണ്ടായതിന് പിന്നാലെ ബസലിക്ക പള്ളിയിൽ ഈ ആരാധന നിർത്തിവെച്ചിരുന്നു. ഒരു രീതിയിലുള്ള കുർബാനയും ബസലിക്ക പള്ളിയുടെ അകത്ത് നടക്കുന്നുണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് ഇപ്പോൾ ബസലിക്ക പള്ളിയുടെ കോമ്പൗണ്ടിൽ വൈദികർ കൂടിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഈ വിമത വിഭാഗത്തിനെ അനുകൂലിക്കുന്ന വൈദികരാണ് അവിടെ ഇരിക്കുന്നത്. അവിടെയും പോലീസുണ്ട്. ഈ പള്ളിയുടെ കോമ്പൗണ്ടിന്റെ അകത്തും പോലീസ് തുടരുകയാണ്. ശരി, വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വൈദ്യസഹായത്തിന് ആംബുലൻസ് അടക്കമുണ്ട്. സഭയ്ക്കകത്തുള്ള പ്രശ്നം അത് ഇന്റേണൽ മാറ്റർ എന്നാണ് ഇപ്പോൾ പ്രതിഷേധിച്ച വൈദികൻ പറഞ്ഞത്. പക്ഷേ ഇന്ന് പോലീസ് നടപടിയെയാണ് അതിരൂക്ഷമായി വിമർശിക്കുന്നത്.